നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അവസാന ഘട്ടം വോട്ട് നേടാൻ കോട്ടയം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ പരസ്യപത്രം ബാലറ്റിലും ഒന്നാമത് എന്ന തലക്കെട്ടോടെ വോട്ട് അഭ്യർത്ഥിച്ച് തോമസ് ചാഴിക്കാടൻ ഇന്നലെ നൽകിയ പരസ്യത്തിലാണ് LDF ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെന്ന് കാണിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി സംവിധാനമില്ലെന്നും അതിനാലാണ് UDF LDF കക്ഷികൾ മത്സരിക്കുന്നതെന്നുമാണ് ഇരു മുന്നണികളുടെയും നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ആവർത്തിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇരു മുന്നണിയിലെയും കക്ഷികൾ ഒന്നിച്ചാണ് മത്സരിക്കുന്നതും. സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി സംവിധാനമില്ലാത്ത ഇരു ചേരിയായി മത്സരിക്കുമ്പോഴാണ് കോട്ടയം ലോക്സഭയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം. ഇത് ഇടതു മുന്നണി പ്രവർത്തകരിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിക്കുമ്പോഴാണ് LDF സ്ഥാനാർത്ഥിയുടെ രാഹുൽ ഭക്തി. രാഹുൽ പിണറായി വാഗ്പോര് നാടകമാണെന്ന NDAയുടെ പ്രചാരണത്തിന് ശക്തി പകരുന്നത് കൂടിയായിരിക്കുകയാണ് ചാഴിക്കാടന്റെ പത്രപരസ്യം. കോട്ടയത്ത് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇടത് വലത് മുന്നണികളെക്കാൾ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലായിരുന്നു. ഇത് ഇരു മുന്നണികളുടെയും ആശയക്കുഴപ്പത്തിലാക്കി. പരമ്പരാഗത വോട്ടുകളിൽ ഉണ്ടാകുന്ന ചോർച്ച ഭയമാണ് വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പരസ്യത്തിന് പിന്നിലായതെന്നാണ് സൂചന. കോട്ടയത്ത് രാഹുൽ ഗാന്ധി എത്തുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് തോമസ് ചാഴിക്കാടൻ പറഞ്ഞതു മുതൽ മണ്ഡലത്തിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരുന്നു. കോട്ടയത്തെത്തിയ രാഹുൽ ആകട്ടെ UDF സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറയാതെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു ഉണ്ടായത്. കോട്ടയത്തെത്തിയ രാഹുൽ ഗാന്ധി വോട്ട് ചോദിച്ചത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്നും മുന്നണി രൂപീകരണം മുതൽ താനും തോമസ് ചാഴിക്കാടൻ MP-യും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകിയവരായിരുന്നുവെന്നും ജോസ് കെ മാണി MP പറയുന്നു. UDF വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി പരമാവധി വോട്ട് നേടാനാണ് LDF സ്ഥാനാർത്ഥിയുടെ ശ്രമമെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു.